Hi everyone, welcome back to my classroom. Today we are going to prepare a contract account and balance sheet when trial balance is given. ട്രയൽ ബാലൻസും അതർ ഇൻഫർമേഷൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, sometimes trial balance of the contractor is given, then items relating to contract account should be taken in the contract account and it is prepared in the usual manner. ട്രയൽ ബാലൻസിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യാം സാധാരണ പോലെ. ഇൻ അഡീഷൻ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മീ ഓൾസോ ബി ആസ്ക്ഡ് ടു പ്രിപ്പയർഡ്. അതിന് അപ്പുറത്തേക്ക് ബാലൻസ് ഷീറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. All the assets including work in progress less reserves and advances are taken on the asset side. വർക്ക് ഇൻ പ്രോഗ്രസ് തരുവാണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുമ്പോൾ റിസർവ്സും അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലെസ് ചെയ്തതിന് ശേഷം അസറ്റ് സൈഡിൽ കാണിക്കുക. സിമിലർലി ഓൾ ദ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ ടേക്കൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. അതുപോലെ പ്രോഫിറ്റ് ഓൺ കോൺട്രാക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ദ മെറ്റീരിയൽ ലൈങ് അറ്റ് സൈറ്റ്, പ്ലാന്റ് അറ്റ് സൈറ്റ് എക്സെട്ര ആർ ഓൾസോ ടു ബി ഓൺ ദി അസറ്റ് സൈഡ്. ഇവിടെ പ്ലാന്റ് അറ്റ് സൈറ്റ് അതുപോലെ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഇതൊക്കെ ക്ലോസിംഗ് ഡേറ്റിന് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ട്രയൽ ബാലൻസിൽ തരുവാണെങ്കിൽ അതും അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. The loss, if any, arising on loss of material and plant should be deducted from the profit. അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയലോ ലോസ് ഓഫ് പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കാണിക്കണം. അതുപോലെ തന്നെ that should be deducted from the profit credited to P&L account. The only balance of the profit should be taken on the liability side. നെറ്റ് എമൗണ്ട് മാത്രമാണ് ലയബിലിറ്റി സൈഡിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പാടുള്ളൂ. ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷമേ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് ഈ ട്രയൽ ബാലൻസിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ, ഈ കമ്പനി ഓഫ് കോൺട്രാക്ടേഴ്സ് ബിഗാൻ ടു ട്രേഡ് 1st January 2018 1st ജാനുവരിയിലാണ് ട്രേഡ് കോൺട്രാക്ടേഴ്സ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ട്രേഡ് ചെയ്യാനായിട്ട്. ഡ്യൂറിങ് 2018 ദ കമ്പനി വാസ് എൻഗേജ്ഡ് ഓൺ ഓൺലി വൺ കോൺട്രാക്ട് ഓഫ് വിച്ച് കോൺട്രാക്ട് പ്രൈസ് വാസ് 5 lakh. 5 lakhൻ്റെ ഒരു കോൺട്രാക്റ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് ദി പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽ ചാർജ് ടു കോൺട്രാക്ട്, plant costing 5,000, material costing 4,000 were lost in accident. പ്ലാന്റ് മെറ്റീരിയലും 5,000 രൂപയുടെയും 4,000 രൂപയുടെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആക്സിഡൻറ്റിൽ ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ലോസ്റ്റാണ്, അതുപോലെ മെറ്റീരിയൽ ലോസ്റ്റാണ്. അതെന്താ ചെയ്യേണ്ടത്? ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് ലോസ്റ്റും മെറ്റീരിയൽ ലോസ്റ്റും കാണിക്കണം. ഇനി പറയുന്ന സമയത്ത് അതവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓൺ 31st December 2018 പ്ലാന്റ് കോസ്റ്റിംഗ് 5,000 വാസ് റിട്ടേൺഡ് ടു സ്റ്റോഴ്സ്. അതായത് സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ ആയിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. കോസ്റ്റ് ഓഫ് വർക്ക് അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ബട്ട് ഫിനിഷ്ഡ് ₹2,000 ആൻഡ് മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹4,000 were in hand on the site. Charge 10% depreciation on plant and combine the contract account and balance sheet from the following. അപ്പോൾ 10% ഡിപ്രീസിയേഷൻ ആണ് തന്നിട്ടുള്ളത്. വർക്ക് അൺസർട്ടിഫൈഡ് 2,000 രൂപയുടെ ഉണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 4,000 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയൽ ബാലൻസിൽ അതർ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ 1,20,000 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റേഴ്സ് 10,000, ക്യാഷ് റിസീവ്ഡ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ദാറ്റ് മീൻസ് 2 lakh, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 43,000, ബാങ്ക് ബാലൻസ് 25,000, ചാർജ്ഡ് ടു കോൺട്രാക്ട് മെറ്റീരിയൽ പ്ലാന്റ് വേജസ് 90,000, 25,000, 1,40,000 ആൻഡ് 7,000. അങ്ങനെ ടോട്ടൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുമ്പോൾ 3,30,000 തന്നിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ട്രയൽ ബാലൻസിൽ ഓരോ ഐറ്റം നമ്മൾ നോക്കുന്ന സമയത്ത് ക്യാപിറ്റലിൽ കാണിക്കാനുണ്ട്, ക്രെഡിറ്റേഴ്സിൽ കാണിക്കാനുണ്ട്. ക്യാഷ് റിസീവ് ചെയ്തത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണെന്ന് പറയുമ്പോൾ 2 lakh തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് സർട്ടിഫൈഡ് കാണുക? 2 lakh × 100 / 80 വെച്ചിട്ട് ചെയ്താൽ മതി. ലാൻഡ് ആൻഡ് ബിൽഡിങ്
അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, ബാങ്ക് ബാലൻസ് കാണിക്കണം. ദെൻ എക്സ്പെൻസ് ആണ് തന്നിട്ടുള്ളത്, മെറ്റീരിയൽ, പ്ലാന്റ്, വേജസ്, അത് ഡെബിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹെഡിങ് കൊടുക്കുക, കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2018. നമുക്ക് ഏത് ഡേറ്റ് ആണോ തന്നിട്ടുള്ളത് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെറ്റീരിയലും പ്ലാന്റും വേജസും എക്സ്പെൻസും ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്തു. ഇനി ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡ് കാണിക്കണം, വർക്ക് അൺസർട്ടിഫൈഡ് കാണിക്കണം. ക്യാഷ് റിസീവ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാം. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2,50,000 കിട്ടി. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് 2,000 ആണ്. 2,52,000 ടോട്ടൽ എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് വരും. പ്ലാന്റ് ലോസ്റ്റ് ചെയ്തതും മെറ്റീരിയൽ ലോസ്റ്റ് ചെയ്തതും നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 എമൗണ്ടും കാണിക്കുക. ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ടിലേക്ക് 9,000 കാണിക്കുക. പിന്നെ പ്ലാന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ വന്നിട്ടുണ്ട് സ്റ്റോഴ്സിലേക്ക്. 5,000 റുപ്പീസിൻ്റെ പ്ലാന്റ് അല്ലേ? അത് എത്ര പെർസെൻറ്റേജാണ് ഡിപ്രീസിയേഷൻ? 10% ഡിപ്രീസിയേഷൻ. ഇയർ എൻഡിലാണ്, അപ്പോൾ നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം? ഒരു ഇയറിലെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം. 10%, 5,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 500 ആണ് വരിക. അത് ലെസ് ചെയ്യുമ്പോൾ 4,500 നമ്മൾ എന്ത് വന്നു? അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത വാല്യൂ വന്നിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതുന്നു. ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റ്. പ്ലാന്റ് എന്ന് പറയുന്നത് 25,000 ആയിരുന്നു, അതിൽ ലോസ് ആയത് 5,000 ആണ്. ബാക്കി 20,000 ഉണ്ടാവും. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എന്താ പറയുക, പ്ലാന്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് 5,000. അതിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 13,500 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഓപ്ഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ക്യാരി ഡൗൺ ചെയ്തു. ആ സെയിം എമൗണ്ട് ഇവിടെ ബ്രോ ഡൗൺ ചെയ്തു 21,000. ഇതിൽ കോൺട്രാക്ട് പ്രൈസ് എത്ര രൂപയുടെ കോൺട്രാക്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടിയേ? 5 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റിൽ പകുതിയിലധികം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കണ്ടില്ലേ? പകുതിയിലധികം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ 2/3 പോർഷനാണ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ 2/3 പോർഷൻ നമ്മൾ 80% വെച്ചാലും കിട്ടും, അല്ലെങ്കിൽ 2 lakh ഡിവൈഡ് ബൈ 2,50,000 വെച്ചാലും നമുക്ക് എമൗണ്ട് കിട്ടും. ബാക്കിയുള്ളത് റിസർവായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കേണ്ടത് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് ഇക്വിറ്റി എന്നുള്ള ഹെഡിങ് വരിക. ആ ഇക്വിറ്റിയിലാണ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ കാണിക്കേണ്ടത്. റിസർവ്സ് ആൻഡ് സർപ്ലസിലൊക്കെ P&L അക്കൗണ്ട് ബാലൻസ് ഒക്കെ അവിടെയാണ് വരിക. ഇനി കറണ്ട് ലാബിലിറ്റീസ്, നോൺ കറണ്ടിൽ ഇവിടെ ഐറ്റംസ് ഒന്നുമില്ല, അതിന് താഴെ കറണ്ട് ലാബിലിറ്റി കാണിക്കുമ്പോൾ അതിൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് കാണിക്കാനുണ്ട് അല്ലേ? ട്രേഡ് പേബിൾസ് ആണ് ക്രെഡിറ്റേഴ്സ് അവിടെ കാണിക്കാനുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആ എമൗണ്ട് എടുത്ത് എഴുതാം. ഇനി ഷെയർ ക്യാപിറ്റൽ 1,20,000 ക്വസ്റ്റ്യനിൽ തന്നതാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 2,200 എങ്ങനെ വന്നത് നമ്മൾ പറഞ്ഞുതരാം. ഇനി അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സിൽ നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ് 61,000 തന്നിട്ടുണ്ട്. അതുപോലെ അത് ഓരോ ഐറ്റം എങ്ങനെ കണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് താഴെ നോട്ടിൽ വരുന്നുണ്ട്. കറണ്ട് അസറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സും മെറ്റീരിയലും ബാങ്ക് ബാലൻസും കാണിക്കണം. ഇനി ഇതിൽ നോക്കൂ, നോട്ട് നമ്പർ 1, നോട്ട് നമ്പർ 2, 3 എന്നൊരു 3 നോട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് എന്താണ് ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് നോട്ട് ടു അക്കൗണ്ട്സ് ആണ്. നോട്ട് ടു അക്കൗണ്ട്സിൽ ഫസ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എങ്ങനെ കണ്ടു നോക്കാം. അതിൽ റിസർവ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് 11,200 ആണ്. അതിൽ മെറ്റീരിയലും പ്ലാന്റും ലോസ് ആയത് ലെസ് ചെയ്യണം നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ? ആ ലോസ് ആയത് എത്രയാണ്? 5,000, 4,000 അങ്ങനെ 9,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2,200 മാത്രമാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് വരുള്ളൂ. അതുതന്നെയാണല്ലോ ഇവിടെ ചെയ്തിട്ടുള്ളത്. 2,200 ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് വന്നിട്ടുള്ളത് നോട്ട് നമ്പർ 1. ഇനി നോട്ട് നമ്പർ 2ൽ എങ്ങനെയാണ് 61,000 വന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട്സിൽ നോക്കാം. നോൺ കറണ്ട് അസറ്റ്സിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് 43,000. പ്ലാന്റ് അറ്റ് സൈറ്റ് 15,000 എന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 13,500 ആണ് വരുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ 10% അല്ലേ, അത് ലെസ് ചെയ്യുമ്പോൾ 13,500 ആണ് വരിക. പ്ലാന്റ് റിട്ടേൺ നമുക്ക് 5,000 ആണ്. അതിൽ 5,000 നിന്ന് 500 ലെസ് ചെയ്യുമ്പോൾ 4,500 വരും. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് പ്ലാന്റ് റിട്ടേണും പ്ലാന്റ് സൈറ്റും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് 61,000 വരുന്നത്. ക്ലിയർ ആണോ? ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ്
2,50,000 വരുന്നുണ്ട്. വർക്ക് അൺസർട്ടിഫൈഡ് 2,000 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടും. അതിൽ റിസർവ് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസർവ് ടോട്ടൽ എമൗണ്ട് 9,800 മാറ്റി വയ്ക്കുക. റിസർവ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച എമൗണ്ട് മനസ്സിലായോ? അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് നോക്കൂ, അതിൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച ഈ എമൗണ്ട്, ഈ റിസർവിൻ്റെ ഈ എമൗണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ലെസ് ചെയ്തിട്ടുള്ളത്. റിസർവ് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നോട്ട് വായിക്കുമ്പോൾ. അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2 lakh നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യുക, ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ലെസ് ചെയ്തതിന് ശേഷം നെറ്റ് ഫിഗർ മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ട് പാടുള്ളൂ. അത് തന്നെയല്ലേ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, വർക്ക് ഇൻ പ്രോഗ്രസ് നോട്ട് നമ്പർ 3 42,200. ഓക്കെ അല്ലേ? പിന്നെ മെറ്റീരിയൽ അറ്റ് സൈറ്റും ബാങ്ക് ബാലൻസും ഓൾറെഡി ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലാന്റ് അറ്റ് സൈറ്റ് നിങ്ങൾക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള എമൗണ്ട് അത് എങ്ങനെയാണ് വന്നു എന്നുള്ളതിനുള്ള വർക്കിംഗ് നോട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. പ്ലാന്റ് അറ്റ് സൈറ്റ് ഇവിടെ 13,500 തന്നിട്ടുണ്ടല്ലേ. 13,500 എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് വർക്കിംഗ് നോട്ട് ലാസ്റ്റിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ടാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നോട്ട്സ് ടു അക്കൗണ്ട് കഴിഞ്ഞു, അത് ഫിനിഷായി. വർക്കിംഗ് നോട്ടിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് വേറെ നമുക്കറിയാവുന്നതാണ്. പ്ലാന്റിൻ്റെ കോൺട്രാക്റ്റിലേക്ക് ഇഷ്യൂ ചെയ്തത് 25,000 ആണ്. അതിൽ ലോസ് ആയത് 5,000 ആണ്. ബാക്കി 20,000 ഉണ്ട്. അതിൽ റിട്ടേൺ ചെയ്തത് 5,000 ആണ്. ബാക്കിയുള്ളത് 15,000 ആണ് പ്ലാന്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അതിൽ നിന്ന് 10% ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുമ്പോഴാണ് 13,500 വരുന്നത്. ഓക്കെ, നോട്ട് എന്നിട്ട് എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ. കൺസ്ട്രക്ഷൻ ഫേം ഈസ് എ കമ്പനി. കൺസ്ട്രക്ഷൻ ഫേം കമ്പനിയാണ്. ഹെൻസ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ എ ന്യൂ ഫോർമാറ്റ് ആപ്ലിക്കബിൾ ടു ജോൺ സ്റ്റോ കമ്പനി. ജോൺ സ്റ്റോ കമ്പനി ഫോളോ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഈ ഒരു ഫോർമാറ്റിൽ സോൾവ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.